ചെറിയകടവിൽ അതിരൂക്ഷമാണ് കടലാക്രമണം. മഴ പെയ്താലും പെയ്തില്ലെങ്കിലും ഇവിടെയുള്ള ആളുകൾ എല്ലാവരും താമസിക്കുന്നത് ജീവൻ മുറുകെ പിടിച്ചുകൊണ്ടാണ്. ഇവിടെ കടൽഭിത്തി ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. എപ്പോഴാണെങ്കിലും കടൽ കയറിയാൽ വീട് മുഴുവൻ വെള്ളമാണ്. വീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 കൊല്ലമായി ഇപ്പോൾ കല്ല് വരും എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിർത്തിയേക്കണത്. പക്ഷേ മെട്രോപ്പേഡ് ഇതുവരെ വന്നിട്ടില്ല. ചെല്ലാനത്തൊക്കെ വന്ന് ഇവിടെ വന്നിട്ടില്ല. ഈ ജിയോ ചാക്ക് കൊണ്ടുവന്ന് കുറേ വെക്കും. ജിയോ ചാക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ അടുക്കളയെല്ലാം പോയേക്കണത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇപ്പോൾ ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് അപ്പനും അമ്മയും. ഞങ്ങൾക്ക് ജോലി എടുത്ത് നേടാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതുള്ളത് ഈ ഒരു മകനാണ്. അയാൾ വേലെടുത്തിട്ട് ഇപ്പോൾ കുടുംബം വെക്കാൻ പറ്റുമോ? ഞങ്ങൾ ആദ്യം തന്നെ ഈ കൊച്ചുങ്ങൾ ചെറുതായിരുന്നപ്പോൾ തന്നെ വിറ്റ് വിറക്കി ഈ കാതില കൂടി ഇല്ലാതെയാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചിട്ടത്. 5.5 സെന്റ് സ്ഥലം ഞങ്ങൾ അന്ന് മേടിച്ചത്. പുറകിലോട്ട് ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. ഞാൻ എല്ലാം ചെയ്യണത് പുറകിലായിരുന്നു. അപ്പം അത്രയും കടലൊന്നും കയറണില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങി. ഇപ്പം 34 കൊല്ലമേ ഞങ്ങൾ ഇവിടെ താമസിക്കണം. പക്ഷേ ഇപ്പോൾ ഈ 5 കൊല്ലമായിട്ടാണ് ഈ അടുപ്പിച്ചുള്ള കടൽ കയറ്റം. ഇവർ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് മെട്രോപ്പേഡ് വരുമെന്ന്. പക്ഷേ ഇപ്പം പറഞ്ഞ പൈസ ഇല്ലെന്നാണ് പറഞ്ഞ സർക്കാരിന്. മെമ്പർ വന്ന് അയാൾക്ക് പറ്റണത് പോലെ അയാൾ ചെയ്യണുണ്ട്. അയാൾക്കടെ ജോലി ചെയ്യണുണ്ട്. അയാളെ കുറ്റം പറയാൻ പറ്റില്ല. അയാൾ വന്ന് ജിയോ ചാക്ക് വന്ന് നിറച്ച് തരും. ജിയോ ചാക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു പോയി. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കിപ്പോൾ വാടകയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് വേലെടുത്തുന്ന പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം ഇതിന്. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു 3 സെന്റ് സ്ഥലം ഒരു വീടും വെച്ച് വരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകാം. ഇല്ലെന്നാണെങ്കിൽ ഞങ്ങൾക്കൊന്നും നേടാൻ പറ്റിയാലോ. ഇനി